കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഫെബ്രുവരി 5-ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും സഭയിൽ ചർച്ചയാകും. രാവിലെ 9 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. സർക്കാർ അയച്ച നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അംഗീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഗവർണർ വായിക്കുമോ എന്നതാണ് ഏറെ പ്രസക്തം. ഈ മാസം 29 മുതൽ 31 വരെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും. ഫെബ്രുവരി 5-നാണ് ബജറ്റ് അവതരിപ്പിക്കുക. ഫെബ്രുവരി 6 മുതൽ 11 വരെ സഭ ചേരില്ല. സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി, കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി, കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ഉൾപ്പെടെ 8 സുപ്രധാന ബില്ലുകളും സഭ പരിഗണിക്കും. സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കും. കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിനോടുള്ള അവഗണനയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം പ്രതിപക്ഷം സഹകരിക്കാത്ത നിലപാട് ഭരണപക്ഷം സഭയിൽ ഉന്നയിക്കും. മാർച്ച് 27 വരെയായി 32 ദിവസത്തേക്കാണ് സഭ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സഭാ സമ്മേളനം പുനഃക്രമീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കാര്യോപദേശക സമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.